ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഏതദക്ഷരം ജ്ഞാത്വ, ഈ അക്ഷരത്തെ അറിഞ്ഞിട്ട് യഹ യത് ഇച്ഛതി, ആരാണോ എന്താണോ ഇച്ഛിക്കുന്നത് ആഗ്രഹിക്കുന്നത്, തസ്യ തത് ഭവതി, അവനത് സംഭവിക്കുന്നു, ആയിത്തീരും. ഇവിടെ യത് ഇച്ഛതി എന്ന് പറയുമ്പോൾ നചികേതസിന്റെ മുന്നിൽ വേറെ യാതൊരു സാധനവും ഇല്ല, അത് മനസ്സിലാക്കണം. നമ്മൾ ഈ ഉപനിഷത്തിലെ ഈ ശ്ലോകം മാത്രം കഷ്ണം എടുത്തിട്ട് നമ്മൾ പറയാണ് ഈ പ്രണവത്തെ, അങ്ങനെ എത്രയോ പേരുണ്ട്. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പല ട്രാപ്പുകളിൽ വീഴുന്നത്. ഇത് മാത്രം, ഈ കഷ്ണം മാത്രം എടുത്ത് പറയും. ഈ ഓങ്കാരത്തെ ആരാണോ ധ്യാനിക്കുന്നത്, ഓങ്കാരോപാസന ചെയ്യുന്നത്, അവൻ എന്താണോ ഇച്ഛിക്കുന്നത് അതവന് സാധിക്കും, കിട്ടും. ഇവൻ എന്താണ് വേണ്ടത്? ഇവനെന്തോ ലൊട്ടിലൊടുക്ക് സാധനങ്ങളാണ്. ഈ ലൊട്ടിലൊടുക്ക് സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇവൻ ഇതിനെ കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം ഇവന് പിറകിൽ അറിയില്ല നചികേതസ് എന്തൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന്. നചികേതസിന്റെ മുന്നിൽ യമൻ വെച്ചു കൊടുത്തപ്പോ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ ഇപ്പൊ നചികേതസിന്റെ മുന്നിലുള്ള ഇച്ഛ എന്താണ് അത് മനസ്സിലാക്കണം. അത് മനസ്സിലാവാതെ ഇതിനെ നമ്മൾ എടുത്തിട്ട് എന്താ പറയാ, വേദത്തിൽ തന്നെ ഇങ്ങനെ പരാമർശമുണ്ട്, ഉപനിഷത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞത്? ഏതദ്യേവാക്ഷരം ബ്രഹ്മ, ഏതദ്യേവാക്ഷരം പരം, ഏതദ്യേവാക്ഷരം ജ്ഞാത്വ യോ യതിച്ചതി തസ്യ തത്. അപ്പൊ ഇങ്ങനെ ഈ ഓംകാരത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഓംകാരോപാസന നടത്തിയാൽ മതി, നിനക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. നിനക്ക് ഫസ്റ്റ് ക്ലാസ് വേണം, അത് കിട്ടും. നിനക്ക് പുതിയ മോട്ടോർ ബൈക്ക് കിട്ടണമെന്നാണ് ആഗ്രഹം, അത് കിട്ടും. ജോലി വേണം, കിട്ടും. കല്യാണം കഴിയണം, കിട്ടും. ധനം വേണം, കിട്ടും. നിനക്ക് പുതിയ വീട് വെക്കണോ, കിട്ടും. അതിന് ഇതല്ല വേണ്ടത്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആളുകളോട് പറയുന്നത്, നിങ്ങൾ ഈ കൊതുകിനെ കൊല്ലാൻ റിവാൾവർ ഒന്നും ഉപയോഗിക്കരുത്. റിവാൾവർ കൊതുകിനെ കൊല്ലാനുള്ളതല്ല, അത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പൊ നമ്മളത് കയ്യിൽ കൊണ്ടു നടക്കുകയാണ്. അതല്ലാതെ പോലീസിനും മിലിറ്ററിയും ഒക്കെ അത് ഉപയോഗിക്കുന്നത് ആവശ്യം പറയേണ്ടതില്ലല്ലോ. അവര് ഇപ്പൊ ടെന്റിൽ ഇങ്ങനെ അവർ കഴിയുമ്പോൾ ഭയങ്കര കൊതു, അപ്പൊ ഇവര് വെടിവെക്കും. ഇതിനെടുത്തുകൊണ്ട് അതിന്റെ ആവശ്യമില്ല. അപ്പൊ നമുക്ക് കല്യാണം കഴിയണമെങ്കിൽ, കല്യാണം കഴിക്കാനോ അല്ലെങ്കിൽ ഒരു വധുവിനെ കിട്ടാനോ വരനെ കിട്ടാനോ വേണ്ട പണി വേറെയാണ്. അതിന് ഓങ്കാരം ജപിച്ചിരിക്കലല്ല. നിങ്ങൾക്ക് ജോലി കിട്ടണമെങ്കിൽ, നിങ്ങൾക്ക് വീട് വെക്കണമെങ്കിൽ അതിനൊന്നുള്ളതല്ല ഇത്. ഇങ്ങനെയൊക്കെ ആയി പോയി. ഇപ്പൊ എന്താ ചെയ്യ? അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ മുഴുവൻ ഇവിടെ ഈ യതിച്ഛന്തി എന്ന് പറയുമ്പം, യതിച്ഛസി, നീ എന്താ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോ ഇനി നചികേതസിന്റെ മുന്നിൽ ഒരാഗ്രഹവും ഇല്ല. എന്താ നചികേതസിന്റെ മുന്നിലുള്ള ആഗ്രഹം? അന്യത്ര ധർമാത്, അന്യത്ര ധർമാത്, അന്യത്ര സ്മാത് കൃതാകൃതാച്ച, അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച, യത്തത് പശ്യസി തത്വദ. ധർമാധർമ്മങ്ങൾക്കപ്പുറത്ത്, കർമാകർമ്മങ്ങൾക്കപ്പുറത്ത്, ഭൂതത്തിനും ഭാവിക്കും വർത്തമാനത്തിനും ഒക്കെ അപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത്, അതിനു വേണ്ടിയിട്ട് ഇവന്റെ അടുത്ത് ഈ നചികേതസിനോട് ഒന്നുകൂടെ തീവ്രമാവാൻ പറയുന്ന അടുത്ത് ഉപയോഗിക്കുന്നതായത്. അതിനായി റിവോൾവറും കൊതുകിന്റെയും കാര്യം പറഞ്ഞു. കൊതുകിന് ചെറിയൊരു 2 രൂപയുടെ കൊതുക് തിരിയുടെ ആവശ്യമില്ല. അതുപോലെ ഈ ലൊട്ടിലൊടുക്ക് സംഗതികൾക്ക് നിങ്ങൾ ഇങ്ങനത്തെ പരിപാടികളൊന്നും നടത്തരുത്. ചിലര് ഈ മൃത്യുഞ്ജയ മന്ത്രം പോലും ഇങ്ങനെ തെറ്റായിട്ട്, ഈ പുരോഹിതന്മാരെന്ന് പറയുന്ന ഒരു പുരോഹിത വർഗമുണ്ട് നമുക്ക്, എല്ലാ മതങ്ങളിലും ഉണ്ട്. അവര് ഓവർ ടൈം എടുത്തിട്ട് ഈ അവരുടെ ജോലി എന്താന്ന് പറഞ്ഞാൽ ഈ സംസ്കാരത്തെ നശിപ്പിക്കലാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാ. ഈ കോവിഡ് കാലത്ത് പോലും അവര് വീണ്ടും ഒന്ന് പകച്ചു പോയിട്ടുണ്ടായിരുന്നു, ഇതിപ്പോ എന്താവും, നമ്മുടെ കഞ്ഞികുടിയൊക്കെ മുട്ടിയല്ലോ എന്ന്. പക്ഷെ വീണ്ടും സജീവമായി. പലരും പല പല മെസ്സേജുകൾ വാട്സാപ്പ് ആയിട്ട് ഇങ്ങനെ അയച്ചു തരും. എന്തൊക്കെ ഭൂലോക മണ്ടത്തരങ്ങളാണെന്ന് അറിയും. കൂടുതലും രോഗം മാറൽ കേസുകളൊക്കെയാണ്.
നോക്കൂ, നമ്മുടെ ഇതില് ഇവൻ നാരായണീയത്തിൽ പോലും ഈ രോഗം ഇത് പിടികിട്ടാത്തതിന്റെ പ്രശ്നങ്ങളുണ്ട്. രോഗം നാരായണീയ രചിച്ച് തന്നെ വാദരോഗം മാറാനാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകൾ. വാദം മാറാൻ നാരായണീയം പഠിച്ചാ മതി, ജപിച്ചാ മതി. അതങ്ങനെ ആയിപ്പോയി. എന്ത് ചെയ്യും? ഈശ്വരൻ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു പ്രതിവിധി അല്ല, അല്ലെങ്കിൽ അതിനെ അറിയുക എന്നൊക്കെ പറയുന്നത്. പിന്നെ അങ്ങനെയായി. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷനാണ്. അപ്പൊ ഇത് നിരർത്ഥകമാണെന്ന് ബോധ്യം വരാത്തിടത്തോളം കാലം ഇതിന്റെ പിറകിലുള്ള ഓട്ടം ഉണ്ടാവും. നോക്കാം. ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം. 17ാമത്തെ മന്ത്രം. ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ. ഏതദാലംബനം ശ്രേഷ്ഠം ഏതദാലംബനം പരം ഏതദാലംബനം ജ്ഞാത്വാ ബ്രഹ്മലോകേ മഹീയതേ. ഏതത് ആലംബനം ശ്രേഷ്ഠം. ഏതത് ശ്രേഷ്ഠം ആലംബനം. ഇത് ഏത്? ഏതത് എന്ന് പറഞ്ഞാൽ ഈ പ്രണവം, ഓം എന്നത്. പ്രണവം എന്നതിനെ പറയുന്നത് പ്രകർഷേണ നവം ചെയ്യത് പ്രണവം. താരകം, പ്രണവം, ഓം ഒക്കെ ഒന്നാണ്. താരക ബ്രഹ്മം, അക്ഷര ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് ഇതിനെയാണ്. അപ്പൊ ഇത് ഏതത് എന്താണ്? ശ്രേഷ്ഠമാലംബനം, ഉത്കൃഷ്ടമായ ഏറ്റവും ഔന്നിത്യമാർന്ന, ഇതല്ലാതെ മറ്റൊന്നും തന്നെ ആലംബനം ആശ്രയമായിട്ട് നമുക്ക് സ്വീകരിക്കാനില്ല. ഇതാണ് ആലംബനം. എന്തെങ്കിലും ഒരു പിടിവള്ളി വേണമല്ലോ. സർവവും ത്യജിച്ച ഇവന് എന്തെങ്കിലും ഒന്ന് വേണം, ഇല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോ എല്ലാം വിട്ടു കഴിഞ്ഞപ്പോ കൊടുക്കുന്ന ഒരു പിടിയാണ്, പിടിവള്ളിയ. ഇത് ഓ, ഇത് പിടിക്കണം. ഏതത് പരം ഏതത് ആലംബനം പരം. ഇത് തന്നെയാണ് പരമമായിട്ടുള്ള ആലംബനം. പരവും അപരവുമായിട്ടുള്ളത് ഇത് തന്നെ. ഏതത് ആലംബനം ജ്ഞാത്വ. ഇതിനെ അറിഞ്ഞു. ഏതിനെ അറിഞ്ഞിട്ട്? പ്രണവത്തെ അറിഞ്ഞിട്ട്, ഓമിനെ അറിഞ്ഞിട്ട്. ഈ സ്വാമിജി ഈ ഓമ് വെച്ചിട്ട് ഇംഗ്ലീഷിൽ സ്വാമിജി പറയുന്ന മനോഹരമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ട്. ഈ ഒംനിഷ്യന്റ്, ഒമിനി പ്രസന്റ്, ഒമിനി പൊട്ടന്റ്, ഇതെല്ലാം ഓമിൽ നിഹിതമാണെന്ന ആ വാക്ക് തന്നെ ഇംഗ്ലീഷിൽ. ആ വാക്കിന്റെ അർത്ഥവും അതാണ്. വളരെ മനോഹരമായിട്ടുള്ളതാണ്. ഒമിനിഷ്യന്റും ഒമിനി പ്രസന്റും ഒമിനി പൊട്ടന്റും. ഇതിനെ അറിഞ്ഞിട്ട്, ഓമിനെ അറിഞ്ഞിട്ട് എന്താണ്? ഏതത് ആലംബനം ജ്ഞാത്വ. ഈ ആലംബനത്തിനെ അറിഞ്ഞിട്ട് ബ്രഹ്മലോകേ മഹീയത്തെ. ബ്രഹ്മലോകത്തിൽ മഹീയതെ പൂജിക്കപ്പെടും. അവിടെ ആ ലോകത്ത് പൂജിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഉടനെ നമ്മളെ സംബന്ധിച്ച് എന്താണ്? കർപ്പൂരം, സാമ്പ്രാണി, എന്നിട്ട് ഇങ്ങനെ നമ്മുടെ മുന്നിൽ ഇരുന്ന് കുറെ ആളുകൾ. അങ്ങനെയായിപ്പോയി. നമ്മൾ ആ വാക്കിനെ അങ്ങനെയാണ് മനസ്സിലാക്കി. ഇനി ഇവിടുന്ന് മുതല് ഈ രഹസ്യം പറയാ. ഈ ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഉത്തരം നൽകിക്കൊണ്ടിരിക്കുക. ഇതിൽ നിന്ന് ഉത്തരം വായിച്ചെടുക്കണം. 18ാമത്തെ മന്ത്രം ഭഗവത്ഗീതയിൽ ഇതുപോലെ കാണാം. നജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. നജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം
കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ നഹന്യതേ ഹന്യമാനേ ശരീരേ. തോന്നുന്നു നേരത്തെ ചൊല്ലിയത് ഗീതയിലെ ശ്ലോകമായി പോയി തോന്നുന്നു. അത് ഇടയ്ക്ക് ഉപനിഷത്ത് എടുക്കുമ്പോൾ ഗീതയിലെ ശ്ലോകം ചൊല്ലിപ്പോവും, ഗീതയിൽ ഈ ശ്ലോകം ചൊല്ലുമ്പോൾ ഉപനിഷത്തിലെ ശ്ലോകം അറിയാതെ ചൊല്ലും. വ്യത്യാസമൊന്നുമില്ല, ചെറിയ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഭഗവത്ഗീതയില് ഇതേപോലെ എന്താ പറയാ, 2-ാം അധ്യായത്തിലായത് വരും. 2-ാം അധ്യായത്തില് നമുക്ക് തോന്നുന്നു 20-ാമത്തെ ശ്ലോകമായിട്ട് വരും. രണ്ടാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകം. നജായതേ മ്രിയതേ വാ കദാചിത്. ഇവിടെ എന്താണ്? നജായതേ മ്രിയതേ വാ വിപശ്ചിത്. വിപശ്ചിത് ഇത് ഏറ്റവും എന്താ പറയാ ഉയർന്നു നിൽക്കുന്ന ആശ്രയമായിട്ടുള്ളത് എന്നുള്ള നിലയ്ക്ക് വിപശ്ചിത്. ഇവിടെ കദാചിത് എന്ന് പറഞ്ഞ ഒരിക്കലും. നജായതേ മ്രിയതേ വാ കദാചിത് നായം ഭൂത്വാ ഭവിതാ വാ ന ഭൂയഃ നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത്. ഒരേ അർത്ഥമാണ്. അജോ നിത്യ ശാശ്വതോയം പുരാണഃ. വരി ഒരു മാറ്റമില്ല. കഠോപനിഷത്തിലും അതെ, ഗീതയിലും അതെ. അജോ നിത്യ ശാശ്വതോയം പുരാണഃ നഹന്യതേ ഹന്യമാനേ ശരീരേ. ഒരു മാറ്റവും. അപ്പൊ ഈ എന്താണ് ഭഗവത്ഗീത? തല്ലുകൂടലിന്റെ കേസാണോ, അടികൂടലാണോ? അല്ലേ അല്ല. ഇത് പറഞ്ഞിട്ടാണ് ചിലർക്ക് മനസ്സിലാവാത്തത്. എന്താ ചെയ്യപ്പോ? ഭഗവത്ഗീത എന്ന് പറയുന്നത് യുദ്ധം ചെയ്യാൻ സാധിക്കാത്ത ഒരാൾക്ക്, മനസ്സ് വരാത്ത ഒരാൾക്ക്, അയാളതാ അടിയടാ ഇവന്മാരെയൊക്കെ തല്ലിക്കൊല്ല് എന്ന് പറയാൻ ഒന്ന് പിരികേറ്റി കൊടുത്തതാണ് എന്നാണ് ഭൂരിപക്ഷം പേരുടെ ചിന്ത. അതല്ല, ഇത് പറയാൻ വേണ്ടിയുള്ള. അതിനെന്ത് വേണം? മൃത്യുവിനെ കുറിച്ച് പറയുന്നത്. എന്ത് പറയാ, ഏത് ആശയം പറയാനാണ് ഗീത ഇങ്ങനെയൊരു പശ്ചാത്തലത്തെ തിരഞ്ഞെടുത്തത്? ഈ ഒരു പശ്ചാത്തല ഭൂമികയിൽ വെച്ച് ഈ ഫിലോസഫി പറയാനുള്ള കാരണം എന്താണ്? കഠോപനിഷത്തില് അതിന് സൂചന, അതിൽ കൃത്യമായിട്ട് വരുന്നു. ഗീതയിലും അത് പറയുന്നുണ്ട്. നമുക്കത് മനസ്സിലാക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഇതില്. ഇപ്പോ ന ജായതേ മ്രിയതേ വാ വിപശ്ചിത്. വിപശ്ചിത് ഇത് ഏറ്റവും വിപശ്ചിതനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ മേധാവിയായ, അതിന്റെ മുകളിൽ ഒന്നുമില്ല, അങ്ങനെയുള്ള അത് ന ജായതേ, അത് ഒരിക്കലും ജനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മ്രിയദേവ, അതൊരിക്കലും മരിക്കുന്നുമില്ല. ജനിക്കാത്തത് എങ്ങനെയാ മരിക്കുന്നത്? എന്താണിത്? അയം കുതശ്ചിൻ, അതെ, അയം കുതശ്ചിത് ന ബഭൂവ കശ്ചിത്. ഇത് മറ്റൊന്നിൽ നിന്നുണ്ടായതല്ല. ന അയം ഭൂത്വ ഭവിതാ വാ ന ഭൂയഃ. എന്താണ് ഭൂത്വ ഭവിത? ഇത് ഉണ്ടായി ഇല്ലാതെയായി വീണ്ടും ഉണ്ടാവുന്നതല്ല. അതാണ് ഇവിടെ അയം കുതശ്ചിത് ന ബഭൂവ. ഒരിക്കലും, ഒന്നിൽ നിന്ന്. കശ്ചിത് അയം, അതുകൊണ്ട് തന്നെ ഇതെന്താണ്? അതിൽ നിന്നൊക്കെ ഭിന്നമാണ്. അയം ഇത് അജ, എന്താണ്? ജനിക്കാത്തതാണ്. നിത്യ എന്നുള്ളതാ, അതുകൊണ്ട് ഇതിന് നാശമില്ല. ശാശ്വത, ക്ഷയമില്ലാത്തത്, അവ്യയനാണ്. പുരാണ, പണ്ടേക്ക് പണ്ടേ ഉള്ളതാണ്. ശരീരേ ഹന്യമാനേ ന ഹന്യതേ. ശരീരം ഹനിക്കപ്പെടുമ്പോൾ ഇവൻ ഹനിക്കപ്പെടുന്നില്ല. ഇത് പറയാനാ മഹാഭാരത യുദ്ധത്തിന്റെ ഒരു കഥ പറഞ്ഞത്. യുദ്ധഭൂമികയിൽ ഇതിനെ കൊണ്ട് നിർത്തിയത് അതിനാ.